ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിടക്കൊണ്ടിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. റോഡ് സൈഡിലിരുന്ന് സംസാരിക്കുന്ന സുധീഷ് ഹരീഷിനോട് പറയുന്നു, ഞാൻ നിധിക്ക് ആധാർ കാർഡ് കൊടുത്തിരുന്നെങ്കിലേ അവള് പണ്ടേ വീട് വിട്ട് ഹോസ്റ്റലിലേക്ക് പോയേനെ. ഞാൻ അങ്ങനെ ചെയ്തതുകൊണ്ട് അവൾക്ക് വീടും നിങ്ങളും ഒക്കെ ആയിട്ട് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടായില്ലേ. ഹോസ്റ്റലിൽ പോയിട്ട് അവള് തിരിച്ചു വന്നില്ലേ, അതിനു വേണ്ടിയാ. ഇതിട്ട് ഹരീഷ് പറയുകയാണ്, എന്തായാലും സുഭാഷേട്ടന് വേഗം പെണ്ണ് കിട്ടിയാൽ മതിയായിരുന്നു. അതെന്താണെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഹരീഷ് പറയണ, ഏതായാലും ഏട്ടത്തി ഡിവോഴ്സ് വാങ്ങി പോകാൻ പോവുകയല്ലേ, ചുമ്മാ വർത്താനം പറയല്ലേന്ന് സുധീഷ് പറയുമ്പോൾ ഹരീഷ് ചോദിക്കുകയാണ്, ഇമാതിരി ഫ്രോഡ് പരിപാടി കാണിച്ച ഒരുത്തിന്റെ കൂടെ ഏത് പെണ്ണ് ജീവിക്കും സുധീഷേട്ടാ. അപ്പൊ സുധീഷ് പറയുകയാണ്, എടാ അത് ലവ് കൊണ്ടാടാ. അപ്പൊ ഹരീഷ് ചോദിക്കുകയാണ്, അയ്യേ ഇതാണോ ലവ്? അപ്പൊ സുധീഷ് ചോദിക്കണേ, എന്തേ ഇത് ലവ് അല്ലേ? ഞാൻ കരുതിയത് നീ പ്രേമത്തിൽ കുരുങ്ങിയപ്പോൾ എന്റെ പ്രശ്നം കുറച്ചെങ്കിലും മനസ്സിലാകുമെന്ന്. എല്ലാവരും സ്വാർത്ഥന്മാരാണല്ലോ ദൈവമേ. അപ്പൊ ഹരീഷ് പറയുകയാണ്, എന്റെ സുധീഷേട്ടാ, പ്രേമം സ്വാഭാവികമായിട്ടുണ്ടാകണം. ഇത് ശരിക്കും പിടിച്ചു പറിക്കുന്നത് പോലെയല്ലേ. ഒരുപക്ഷെ ഏട്ടത്തി പ്രണയിക്കണമെന്ന് കരുതിയാൽ പോലും സുധീഷ് ഏട്ടൻ ചെയ്ത ഈ ഫ്രോഡ് വേലകളെല്ലാം തിരിച്ചറിഞ്ഞ് സുധീഷ് എന്നെ വേണ്ടാന്ന് പറഞ്ഞു പോകും. അപ്പൊ സുധീഷ് പറയണ, ഒന്നും മിണ്ടാതിരിക്കടാ, അങ്ങനെയൊന്നും നടക്കില്ല. നീ ഈ കാര്യങ്ങളൊന്നും സുഭാഷേട്ടനോട് പറയാതിരുന്നാ മതി, അത് മതി എനിക്ക്. ഈ സമയം അവിടേക്ക് വരികയാണ് ദാസപ്പൻ. നിങ്ങൾ എന്താ എന്നെ കാണണമെന്ന് പറഞ്ഞത്? എന്താ കാര്യമെന്ന് ദാസപ്പൻ ചോദിക്കുമ്പോൾ സുധീഷ് പറയണ, എന്തോ കാര്യമെന്നോ, 2-3 മാസമായിട്ട് ഞങ്ങളൊന്നും പറഞ്ഞില്ല എന്ന് കരുതി സുഭാഷേട്ടന് പെണ്ണ് നോക്കുന്ന കാര്യമൊക്കെ മറന്നുപോയോ? അപ്പൊ ദാസപ്പൻ പറയുകയാണ്, സുധീഷേ, നിന്റെ ചേട്ടനെ എത്ര പെണ്ണ് കൊണ്ട് കാണിച്ചു. പെണ്ണുങ്ങൾക്ക് മേസ്തിരി ഇഷ്ടപ്പെട്ടാലും വീട്ടിലുള്ള ആണുങ്ങളെ കാണുമ്പോഴേ എല്ലാവരും വേണ്ടാന്ന് പറയും. പിന്നെ നാട്ടിൽ അന്വേഷിക്കുമ്പോൾ നാട്ടുകാർ പറയുന്ന കഥ കേട്ട് അവർ ഓടിപ്പോകും. അതൊന്നും ഒരു പ്രശ്നമല്ലാന്ന് കരുതുന്ന 2-3 പേരെ ഞാൻ കൂട്ടിക്കൊണ്ട് വന്നാൽ അപ്പൊ നിങ്ങൾക്കും ഇഷ്ടമല്ല. പിന്നെ എന്ത് ചെയ്യാനാ? അപ്പൊ സുധീഷ് പറയണ, ഈ പഴയ കഥയൊന്നുമല്ല ഞങ്ങൾ ചോദിച്ചേ. ഞങ്ങളുടെ വീടിപ്പം പഴയതുപോലെയല്ല. എന്റെ കല്യാണം കഴിഞ്ഞു. ഞങ്ങളുടെ വീട്ടിലൊരു പെൺകുട്ടിയുണ്ട്. അറിയാമെന്ന് ദാസപ്പൻ പറയുമ്പോൾ സുധീഷ് പറയണ, ദേ ഹരീഷിന് ഒരു പെണ്ണ് റെഡി ആയിട്ടുണ്ട്. സുഭാഷേട്ടന് കല്യാണം കഴിഞ്ഞാലേ ഞാൻ കല്യാണം കഴിക്കുന്ന ഇവൻ പറയുന്നത്. ഇപ്പൊ നിങ്ങളുടെ ജോലി എന്താണെന്ന് വെച്ചാൽ സുഭാഷേട്ടന് പറ്റിയ ഒരു പെണ്ണിനെ കണ്ടുപിടിക്കണം. ഹരീഷ് പറയണ, നിങ്ങൾക്ക് കമ്മീഷനൊക്കെ കൃത്യമായിട്ട് കിട്ടും. നല്ലൊരു വിവാഹാലോചന കൊണ്ടുവരാൻ നോക്ക്. ഇത് കേട്ട് ദാസപ്പൻ പറയുന്നു, ശരി, നിങ്ങളുടെ ചേട്ടന് വേണ്ടി ഞാൻ നല്ലൊരു പെണ്ണിനെ കണ്ടുപിടിക്കാം. അപ്പൊ ഹരീഷ് പറയണ, നല്ല പെണ്ണ് മാത്രമല്ല നല്ല കുടുംബമായിരിക്കണം. ഇത് കേട്ട് സുധീഷ് പറയുന്നു, അതെ അതെ, നല്ല കുടുംബമായിരിക്കണം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ അവർ വിവാഹകാര്യത്തെ കുറിച്ച് സംസാരിക്കുകയാണ്. ഈ സമയം ആ വഴി വരികയാണ് അഖിൽ. ശരി എപ്പോഴെന്ന് പറഞ്ഞാൽ ദാസപ്പൻ അവിടെ വന്ന് പോകുമ്പോൾ അഖിലിനെ കാണുന്ന സുധീഷ് പറയുന്നു, എടാ ഹരീഷ്, ദേ അങ്ങോട്ട് നോക്ക്, നിന്റെ അളിയൻ. ഒന്നും മിണ്ടാതിരിക്കുന്ന ഹരീഷ് പറയുമ്പോൾ സുധീഷ് പറയണ, എടാ റോഡിൽ വെച്ച് അളിയനെ കണ്ടിട്ട് മിണ്ടാതിരിക്കുന്നത് ശരിയല്ല, ഞാൻ പോയി സംസാരിക്കാമേ. ഹരീഷിന്റെ അളിയ മുറിവൊക്കെ കരിഞ്ഞോ? എന്താ കളിയാക്കുകയാണോ എന്ന് അഖിൽ ചോദിക്കുമ്പോൾ സുധീഷ് പറയണ, അയ്യോ അങ്ങനെയല്ല, എന്റെ അനിയന്റെ അളിയനല്ലേ, സ്നേഹം കൊണ്ട് ചോദിച്ചതാ. അപ്പൊ അഖിൽ പറയണ, അഭിനയിക്കണ്ട, പോലീസുകാരെ കൊണ്ടുവന്ന് അവള് ഞങ്ങളെ വിരട്ടുന്നു. എല്ലാം നിങ്ങളുടെ ഐഡിയ ആണല്ലേ. ഇതെല്ലാം അവക്ക് തനിയെ തോന്നാനുള്ള സാധ്യതയൊന്നുമില്ല, നിങ്ങൾ പറഞ്ഞു കൊടുത്തതായിരിക്കും. നീ അന്ന് അവളെ വീട്ടിൽ തിരിച്ചു കൊണ്ടുവിട്ടപ്പോഴേ സംശയം തോന്നി. നോക്ക്, പോലീസോ മറ്റാരും വേണമെങ്കിലും വരട്ടെ, നിനക്ക് ഞാൻ എന്റെ പെങ്ങളെ കെട്ടിച്ചു തരില്ല. ഇത് കേട്ട് കൈകൂപ്പി സുധീഷ് പറയുന്നു, അയ്യോ പേടിയാവുന്നു. ഹരീഷ്, നിനക്കും പേടിയായില്ലേ? അപ്പൊ ഹരീഷും പറയുകയാണ്, അതെ സുധീഷേട്ടാ, എനിക്കും പേടിയാവുന്നു. ഇത് കേട്ട് അഖിൽ ചോദിക്കണ, എന്താടാ നിങ്ങൾ എല്ലാവരും കൂടി കളിയാക്കുകയാണോ? ഇത് കേട്ട് സുധീഷ് ചിരിക്കുമ്പോൾ ഹരീഷ് പറയുകയാണ്, അതേടാ, അത് എന്റെ ഐഡിയ തന്നെയാണെന്ന് വിചാരിച്ചോ? നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ നീതുവിനെ കല്യാണം കഴിക്കൂ. ഈ ജന്മത്തിൽ അവളാ എന്റെ ഭാര്യ. നീയല്ല ദൈവം വിചാരിച്ചാലും ഇതിലൊരു മാറ്റവും വരുത്താൻ പറ്റില്ല. ഇത് കേട്ട് ഹരീഷിനെ ചേർത്ത് പിടിച്ചോണ്ട് സുധീഷ് പറയുന്നു, അങ്ങനെ പറയടാ അങ്ങോട്ട്. ഇപ്പൊ നിനക്ക് സമാധാനമായില്ലേ? അപ്പൊ അഖിൽ പറയുകയാണ്, ഞാൻ ജീവനോടെ ഉള്ളിടത്തോളം കാലം നിനക്ക് എന്റെ പെങ്ങളെ കല്യാണം കഴിക്കാൻ പറ്റില്ലടാ. ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, സിമ്പിൾ, എപ്പോഴാ നീ ചാകാൻ പോകുന്നേ? അഖിൽ ദേഷ്യത്തോടു കൂടി സുധീഷിന്റെ നേരെ കൈ ഉയർത്തുമ്പോൾ കയ്യിൽ കയറി പിടിച്ചു തള്ളി ഹരീഷ് ചോദിക്കുന്നു, കിട്ടിയതൊന്നും പോരെ നിനക്ക്? മര്യാദയ്ക്ക് ഓടിക്കോ, വീണ്ടും ഹോസ്പിറ്റലിലേക്ക് പോകണ്ടെങ്കിൽ. അപ്പൊ അഖിൽ പറയണ, എടാ എല്ലാം നിനക്ക് അനുകൂലമായതിന്റെ അഹങ്കാരമല്ലേ. നീതു ഇപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ തന്നെയാ. ആരുമായിട്ട് അവളുടെ കല്യാണം നടത്തണമെന്ന് ഞങ്ങളാ തീരുമാനിക്കുന്നത്. പെട്ടെന്ന് അവൾക്ക് ഒരു നല്ല പയ്യനെ കണ്ടുപിടിച്ച് ഞാൻ കല്യാണം നടത്തും. ഇതെന്റെ വെല്ലുവിളിയായിട്ട് നീ എടുത്തോ. തോളിൽ കൈവച്ച് ഹരീഷ് പറയണ, നിന്റെ വീട്ടിൽ നീതു താമസിക്കട്ടെന്ന് കരുതി കൊണ്ടുവന്ന് വിട്ടതേ ഞാനാടാ. ഞാൻ വിചാരിച്ചാൽ അവളെ എപ്പോ വേണമെങ്കിലും തിരിച്ചു കൊണ്ടുപോയി കല്യാണം കഴിക്കാനും പറ്റും. വെറുതെ നാണം കെടാൻ നിൽക്കാതെ ഞാനാണ് നിന്റെ അനിയത്തിയുടെ ഭർത്താവെന്ന് അംഗീകരിക്കാൻ ശ്രമിക്കുക. നിന്നെ അടിക്കുന്ന പടിയെങ്കിലും എനിക്ക് മിച്ചമാകും. ഇത് കേട്ട് അഖിൽ ചോദിക്കുകയാണ്, അത്രയ്ക്ക് അഹങ്കാരം നിനക്ക്? എല്ലാം അവള് തരുന്ന ധൈര്യമാണല്ലേ? എടാ എത്രയും പെട്ടെന്ന് തന്നെ നീതുവിന് വേണ്ടി നല്ലൊരു പയ്യനെ കണ്ടുപിടിച്ച് ഞങ്ങൾ കല്യാണം നടത്തും, അത് നീ കാണും. ഇത് കേട്ട് സുധീഷ് ചോദിക്കുകയാണ്, എന്താടാ ഇത്? ഇവൻ വെല്ലുവിളിച്ച് കോമഡി ചെയ്യുകയാണോ? ബ്രോ, ഞങ്ങൾക്ക് ഒരുപാട് ജോലിയുണ്ട്. ഹരീഷിന്റെ അളിയനല്ലേ, കണ്ടിട്ട് സംസാരിക്കാതിരിക്കുന്നത് എങ്ങനെയാണെന്ന് കരുതിയാ വിളിച്ച് സംസാരിച്ചത്. ഞങ്ങൾ ഇപ്പൊ പോവാ, സമയമുള്ളപ്പോ അറിയിക്കാം. അപ്പൊ വന്ന് വെല്ലുവിളി കണ്ടിന്യൂ ചെയ്താൽ മതി. ഇപ്പൊ സമയമില്ല, ഹരീഷെ വണ്ടി എടുക്ക്. അങ്ങനെ സുധീഷും ഹരീഷും അവിടെ നിന്ന് പോകുമ്പോൾ അഖിൽ മനസ്സിൽ പറയുകയാണ്, നീതുവിന്റെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം, എങ്കിലേ ഇവന്മാരുടെ അഹങ്കാരം തീരും. തുടർന്ന് വീട്ടിലേക്ക് വന്ന് അഖിൽ കാണുകയാണ് ഭക്ഷണം കഴിച്ച് ടിവിയും കണ്ടുകൊണ്ടിരിക്കുന്ന നീതുവിനെ. കുറച്ചിപ്പുറത്തായി നീതുവിനെ തന്നെ നോക്കിയിരിക്കുകയാണ് ചന്ദ്രനും സീതയും. അഖിലും അവിടേക്ക് ഇരിക്കുന്നു. അമ്മ കുറച്ച് കറി എടുത്തോണ്ട് വരാൻ നീതു പറയുമ്പോൾ സീത
സീത ഒന്നും മിണ്ടാതെ ഇരിക്കുകയാണ്. അഖിൽ ദേഷ്യത്തോടു കൂടി TV ഓഫ് ചെയ്യുന്നു. നീതു ചോദിക്കുന്നു, എന്തിനാ ഇപ്പം TV ഓഫ് ചെയ്തേ? അഖിൽ ചോദിക്കണ, പാട്ട് നിനക്ക് കേട്ടാ പോരെ, നാട്ടിലുള്ള എല്ലാവരെയും കേൾപ്പിക്കണോ? ഇത്രയും ശബ്ദത്തിലാണോ പാട്ട് കേൾക്കുന്നത്? ഇത് കേട്ട് നീതു ചോദിക്കണ, നിങ്ങളാരും TV കാണുമ്പോൾ ഇത്രയും ശബ്ദം വെക്കാറില്ലേ? അപ്പൊ അഖിൽ പറയണ, കണ്ടില്ലേ അമ്മേ, നമ്മളെ എല്ലാവരെയും ടെൻഷൻ ആക്കിയിട്ട് സമാധാനത്തോടു കൂടി കഴിക്കുന്നത്. നീ ടെൻഷൻ ആയതിനെ ഞാൻ എന്ത് ചെയ്യാനാണെന്ന് നീതു ചോദിക്കുമ്പോൾ അഖിൽ പറയണ, എനിക്ക് നിന്നെ കുറിച്ച് ഓർക്കുമ്പോൾ അപമാനം തോന്നുക. അപ്പൊ നീതു പറയണ, എനിക്ക് നിന്നെ കുറിച്ച് ഓർക്കുമ്പോൾ അപമാനം തോന്നുക, പോ ഇറങ്ങിപ്പോ. ഇത് കേട്ട് അഖിൽ എടീന്ന് വിളിക്കുമ്പോൾ നീതു ചോദിക്കണ, അമ്മേ കറി ചോദിച്ചത് കേട്ടില്ലായിരുന്നോ? അപ്പൊ സീത പറയണ, നിനക്ക് കാലില്ലേ, പോയി എടുക്ക്. ശരി, ഞാൻ പോയി എടുത്തോളാന്ന് പറഞ്ഞ് നീതു അടുക്കളയിലേക്ക് പോവുകയാണ്. തുടർന്ന് കാലൊക്കെ പൊക്കി വെച്ച് നീതു അവിടേക്ക് ഇരുന്ന് കഴിക്കുമ്പോൾ അഖിൽ പറയണ, കാല് താഴ്ത്തിടരി, നീ ഒരു പെണ്ണല്ലേ, നിനക്ക് കുറച്ച് അടക്കം ഒതുക്കാൻ വേണ്ടേ? അപ്പൊ ചന്ദ്രൻ പറയണ, നീ ഒന്ന് മിണ്ടാതിരിക്കുക, നീ എന്തിനാ വഴക്കടിക്കാൻ പോകുന്നേ? അപ്പൊ അഖിൽ പറയണ, വഴക്കടിക്കാതെ അച്ഛൻ ഇവളെ നേരെ ചൊവ്വെ വളർത്തിയിരുന്നെങ്കിൽ എനിക്കിപ്പം ഇങ്ങനെ പറയേണ്ടി വരുമായിരുന്നോ? നമ്മുടെ പേരിൽ പോലീസ് കംപ്ലൈന്റ് കൊടുക്കുന്ന രീതിയിൽ വളർന്നിവള്. ഞാൻ ഇന്നും ആ ഹരീഷിനെ കണ്ടു, ഇവള് ഇന്നും പോയി കണ്ടായിരുന്നു. ഇത് കേട്ട് സീതു ചോദിക്കാണ്, നീ എന്താണ് ഈ പറയുന്നേ, ഇവള് ഇന്നും പോയെന്നോ? ഇത് കേട്ട് നീതു ചോദിക്കണ, എന്താ ഇത്ര ഞെട്ടുന്നത്? ഞാൻ ദിവസവും പോയി ഹരീഷിനെ കാണാറുണ്ട്, എന്തിനാ നീ വീണ്ടും അവനെ കണ്ടേന്ന് സീത ചോദിക്കുമ്പോൾ നീതു ചോദിക്കുന്നു, നിങ്ങൾ എല്ലാവരും അഗ്നീഷ്യ പേഷ്യന്റ് ആയോ? ഞാൻ ദിവസവും ഹരീഷിനെ കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, ഇവനെന്തോ പുതിയതായിട്ട് കണ്ടതുപോലെ പറയുക. അപ്പൊ സീത പറയണ, നിന്നോട് എത്ര തവണ പറഞ്ഞതാ അവനെ കാണരുത്? ഒരു തവണയെങ്കിലും ഞങ്ങൾ പറയുന്നത് നീ കേട്ടോ? അപ്പൊ നീതു പറയണ, ഞാൻ കേൾക്കില്ലെന്നറിയില്ലേ, പിന്നെന്തിനാ വീണ്ടും വീണ്ടും അത് തന്നെ പറയുന്നേ? എന്തെങ്കിലും ഞാൻ ഹരീഷിനെ കാണില്ല, സംസാരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാനത് അനുസരിക്കില്ല എന്ന് തന്നെയല്ലേ പറയുന്നേ? ഞാൻ ഇന്ന് ഹരീഷിനെ കണ്ടായിരുന്നു, നാളെയും ഹരീഷിനെ കാണും. ഞാൻ ഡെയിലി ഹരീഷിനെ കാണുകയും സംസാരിക്കുകയും ചെയ്യും. നിങ്ങൾ എന്ത് ചെയ്യും? ഒരെണ്ണം തന്നാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് അഖിൽ നീതുവിനെ തല്ലാനായി വരുമ്പോൾ നീതു പറയുന്നു, ഒന്ന് പോടാ. അഖിലിന്റെ തടഞ്ഞുകൊണ്ട് ചന്ദ്രൻ പറയുകയാണ്, ഒന്ന് അടങ്ങിയിരിക്കതാ, ഇവളിനെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കും, പോലീസ് ഇവിടെ വന്ന് സംസാരിക്കും, വീട്ടുമുറ്റത്ത് പോലീസുകാരെ കണ്ടെന്ന് നാട്ടിലെല്ലാം പാട്ടാകും, പിന്നെ എല്ലാവരുടെയും ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും. അപ്പൊ സീത പറയുകയാണ്, അതേടാ, ഇവള് വേണമെങ്കിൽ നമ്മളെ അകത്താക്കും, ഇവക്ക് ഇവളുടെ ഇഷ്ടത്തിനൊത്ത് ജീവിക്കണം, നമ്മളെ പോലീസ് പിടിച്ചോണ്ട് പോയാൽ പോലും ഇവക്ക് ഒരു വിഷമവും കാണില്ല, നമ്മള് ജയിലിലായാൽ ഇവക്ക് ഇവളുടെ ഇഷ്ടത്തിന് ജീവിക്കാമല്ലോ. ഇത് കേട്ട് നീതു പറയുകയാണ്, ഇങ്ങനെ എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്നാലും ഞാൻ പോലീസിനെ വിളിക്കും, നിന്റെ അഹങ്കാരം ഞാൻ അവസാനിപ്പിക്കുന്നുണ്ടെന്ന് അഖിൽ പറയുമ്പോൾ നീതു പറയുകയാണ്, അതിനൊന്നും നിനക്ക് പറ്റില്ലടാ, മിണ്ടാതിരിക്കെ, ഞാൻ TV കാണട്ടെ. അങ്ങനെ നീതു TV ഓൺ ചെയ്യുമ്പോൾ അവിടെ ഇരിക്കുന്ന സ്റ്റൂൾ എടുത്ത് നീതുവിനെ തല്ലാനായി വരികയാണ് അഖിൽ. നീതു ദേഷ്യത്തോടു കൂടി അഖിലിനെ നോക്കുമ്പോൾ തടഞ്ഞുകൊണ്ട് ചന്ദ്രൻ പറയുന്നു, ഒന്ന് പോടാ. ഇത് കേട്ട് സ്റ്റൂള് വലിച്ചെറിഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ് അഖിൽ. നീതു സന്തോഷത്തോടു കൂടി ഭക്ഷണം കഴിക്കുമ്പോൾ നീതുവിനെ തന്നെ നോക്കി എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുകയാണ് സീതയും ചന്ദ്രനും. തുടർന്ന് ഹരീഷും സുധീഷും പുറത്തു നിന്ന് സംസാരിക്കുന്നത് കണ്ട് നിധി നികേഷിനോട് ചോദിക്കുന്നു, നികേഷ്, എന്താടാ ഇത്? ഒരു ഭാഗത്ത് സുധീഷ്, മറ്റൊരു ഭാഗത്ത് ഹരീഷ്, ഇവരെന്താ മാറി മാറി ഇങ്ങനെ ഫോൺ ചെയ്യുന്നേ? എന്തെങ്കിലും ബിസിനസ് കാര്യമാണോ? അപ്പൊ നികേഷ് പറയാണ്, ചുമ്മാ ഇങ്ങനെ സംസാരിക്കുന്നതായിരിക്കും ഏട്ടത്തി. ഈ സമയം ഹരീഷ് അകത്തേക്ക് കയറി വരുമ്പോൾ നികേഷ് പറയുന്നു, ഹരീഷ് ഏട്ടാ, ഫോണിൽ സംസാരിക്കുന്ന കുഴപ്പമൊന്നുമില്ല, പക്ഷെ പിന്നെന്തുകൊണ്ട് ഈ വാക്കുകളൊക്കെ ഒന്ന് മാറ്റി സംസാരിക്കുന്നത് നന്നായിരിക്കും. എന്താന്ന് വെച്ചാൽ ഇതെല്ലാം കേട്ട് ഉറങ്ങുമ്പോൾ സ്വപ്നത്തിൽ ഇതൊക്കെ വന്ന് ടോർച്ചർ ചെയ്യുന്നത് പോലെ തോന്നുക. ഇത് കേട്ട് നിധി ചിരിക്കുമ്പോൾ ഹരീഷ് ചോദിക്കണേ, എന്താണ്? അപ്പൊ നിധി പറയണ, ഹരീഷിനെ കളിയാക്കിയതാ നികേഷ്. അപ്പൊ ഹരീഷ് പറയണ, ഏട്ടത്തി, നീതുവിന്റെ വീട്ടിൽ അവളെ അടിക്കുന്നുണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാ രാത്രി വിളിച്ച് സംസാരിക്കുന്നത്. ഇവൻ ഉറങ്ങിക്കാണോന്ന് വിചാരിച്ചാ സംസാരിച്ചത്, രാത്രി ഉറങ്ങാതെ ഇരുന്ന് കേൾക്കുകയാണ് ഇവൻ. നാളെ മുതൽ ഞാൻ പുറത്തു പോയി സംസാരിച്ചോളാം. ഇത് കേട്ട് നികേഷ് പറയണ, ദയവ് ചെയ്ത് അത് ചെയ്യ് ഹരീഷ് ഏട്ടാ. ഈ സമയം മദ്യപിച്ചുകൊണ്ട് പുറത്തിരിക്കുകയാണ് ഭാസ്കരൻ. സുധീഷ് അകത്തേക്ക് കയറി വരുമ്പോൾ ഹരീഷ് ചോദിക്കുന്നു, ആരായിരുന്നു സുധീഷ് ഏട്ടാ? അപ്പൊ സുധീഷ് പറയണ, ബ്രോക്കർ ആയിരുന്നു, ഏതോ നല്ലൊരു ബന്ധം വന്നിട്ടുണ്ടെന്ന്, പെണ്ണിന്റെ വീട്ടില് സുഭാഷ് ഏട്ടന്റെ ജാതകം ചോദിക്കുന്നെന്ന്. സുഭാഷ് ഏട്ടന്റെ ജാതകം ഉണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനെ കുറിച്ച് അറിയാമോ? അപ്പൊ ഹരീഷ് പറയണ, എനിക്ക് എങ്ങനെ അറിയാനാ, നമ്മുടെ വീട്ടിൽ ആർക്കും ജാതകം ഇല്ലല്ലോ. അപ്പൊ നിധി പറയണ, ഏതേലും പെട്ടിക്കകത്ത് സേഫായിട്ട് വെച്ചിട്ടുണ്ടാകും, ഒന്ന് അന്വേഷിച്ച് നോക്ക്. അപ്പൊ സുധീഷ് പറയണ, അതിനുള്ള സാധ്യതയൊന്നുമില്ല നിധി, അന്ന് നമ്മൾ എല്ലാ പെട്ടിയും എടുത്തതല്ലേ, എന്റെ അറിവിൽ ഇവിടെ ആർക്കും ജാതകം എഴുതിയിട്ടില്ല. നികേഷ് ചോദിക്കുന്നു, ഏട്ടത്തിക്ക് ജാതകം ഉണ്ടോ? അപ്പൊ നിധി പറയണ, ഉണ്ട്, എന്റെ വീട്ടില് ഇടയ്ക്കിടയ്ക്ക് ജാതകം എടുത്തോണ്ട് പോയി നോക്കുന്ന കാണാറുണ്ട്. അപ്പൊ ഹരീഷ് പറയണ, എല്ലാം സൂക്ഷിച്ചു വെക്കുന്നത് പോലെ സുഭാഷ് ഏട്ടന്റെ ജാതകവും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാകുമോ? നമുക്ക് സുഭാഷ് ഏട്ടനോട് തന്നെ ചോദിച്ചാലോ? അപ്പൊ നിധി പറയണ, ചോദിക്കാം, പക്ഷേ സുഭാഷ് ഏട്ടന് വേണ്ടി കല്യാണം ആലോചിക്കാനാണെന്നുള്ള കാര്യം മനസ്സിലാക്കാത്ത രീതിയിൽ വേണം ചോദിക്കാൻ. ഈ സമയം അവിടേക്ക് വന്ന സുഭാഷ് ചോദിക്കുന്നു, എന്താടാ എല്ലാവരും കൂടി എന്തോ ആലോചനയിലായിരുന്നെന്ന് തോന്നുന്നു. ഇത് കേട്ട് സുധീഷ് ചോദിക്കുന്നു, എന്താ സുഭാഷ് ഏട്ടാ, ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കാൻ പാടില്ലേ? അപ്പൊ സുഭാഷ് പറയണ, ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ, സാധാരണ ഈ സമയത്ത് എല്ലാവരും വീട്ടിലെത്താറില്ല, അതുകൊണ്ട് പറഞ്ഞതാ. ശരി, ഞാൻ മുഖം കഴുകിയിട്ട് വരാമേ, നീ ഈ ഫോൺ അവിടേക്ക് വെച്ചുതരും. നിധി, ഓഫീസിൽ പോയിട്ട് വന്ന കോഫിയൊക്കെ കുടിച്ചായിരുന്നു? അപ്പൊ നിധി പറയണ, കുടിച്ചു സുഭാഷ് ഏട്ടാ, ഞാനും നികേഷും കുടിച്ചായിരുന്നു. ശരി, ഞാൻ മുഖം കഴുകിയിട്ട് വരാന്ന് പറഞ്ഞ് സുഭാഷ് അകത്തേക്ക് പോവുകയാണ്. അപ്പൊ സുധീഷ് പറയണ, കേട്ടില്ലടാ, നീയും ഞാനും ജോലി ചെയ്തിട്ട് തന്നെയല്ലേ വരുന്നേ, നമ്മളോട് കോഫി കുടിച്ചോന്ന് ചോദിച്ചോ? സുഭാഷ് ഏട്ടന് നിധി സ്പെഷ്യലാ. അപ്പൊ ഹരീഷ് പറയണ, അതൊക്കെ ശരിയാ, പക്ഷെ സുധീഷ് ഏട്ടൻ എന്ത് ജോലിക്കാ പോയത്, വെറുതെ ഇവിടെ ഇരിക്കുകയല്ലായിരുന്നോ? ഇത് കേട്ട്
നികേഷ് നിധിയും ചിരിക്കുമ്പോൾ സുധീഷ് ചോദിക്കാണ്, ഇപ്പൊ ഇങ്ങനെ തിരുത്തേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഈ സമയം സുഭാഷ് അവിടേക്ക് വരികയാണ്. നിധി പതിയെ പറയുന്നു, സുധീഷ് ചോദിക്ക് എന്താടാന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സുധീഷ് ചോദിക്കാണ്, സുഭാഷ് ഏട്ടാ നമ്മുടെ കയ്യിൽ ജാതകം വല്ലതും ഉണ്ടോ? സുഭാഷ് ചോദിക്കുന്നു, ജാതകമോ? എന്ത് ജാതകം? സുധീഷ് പറയണ, സുഭാഷ് ഏട്ടന്റെ ജാതകം. അപ്പൊ സുഭാഷ് പറയണ, അതൊന്നും ഇല്ലടാ, എന്തിനു ചോദിച്ചേ? അപ്പൊ സുധീഷ് പറയണ, ചുമ്മാ ചോദിച്ചതാ. ഞങ്ങള് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ജാതകം, ജോത്സ്യൻ അങ്ങനെയുള്ള ടോപ്പിക്കിലേക്ക് പോയി. അപ്പൊ നിധിയുടെ കയ്യിൽ ജാതകം ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾക്കാർക്കും ജാതകം ഉള്ളതായിട്ട് അറിയില്ല. സുഭാഷ് ഏട്ടന് ജാതകം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. അപ്പൊ സുഭാഷ് ഏട്ടന്റെ കയ്യിൽ ജാതകം ഇല്ല. അപ്പൊ സുഭാഷ് പറയണ, ഇല്ല എനിക്ക് മാത്രമല്ല നമ്മുടെ വീട്ടിൽ ആർക്കും ജാതകമില്ല. അച്ഛന്റെ കയ്യിൽ ഉണ്ടോന്ന് വേണമെങ്കിൽ ചോദിച്ചു നോക്കാം. ഇത് കേട്ട് സുധീഷ് പറയണ, ആ ചോദിച്ചു നോക്കാം. സുഭാഷ് ഏട്ടൻ തന്നെ വിളിച്ചോണ്ട് വരുമോ? അപ്പൊ സുഭാഷ് പറയണ, ശരി, പക്ഷെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ അച്ഛനെ കണ്ടില്ലല്ലോ. അപ്പൊ സുധീഷ് പറയണ, പുറത്തില്ല, പിന്നാമ്പുറത്ത് ഉപ്പുണ്ട്. ശരി, ഞാൻ പോയി ചോദിച്ചിട്ട് വരാന്ന് പറഞ്ഞ് സുഭാഷ് അകത്തേക്ക് പോകുമ്പോൾ നികേഷ് ചോദിക്കണേ, എന്തിനാ സുധീഷ് ഏട്ടാ ജാതകമൊക്കെ? വെറുതെ അയാളോട് പോയി ചോദിക്കണ്ട. മദ്യപിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഭാസ്കറിന്റെ അരികിലേക്ക് വന്ന സുഭാഷ് പറയുന്നു, അച്ഛാ ഒന്ന് അകത്തേക്ക് വരണേ, ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഭാസ്കരൻ പറയുന്നു, നീ പൊയ്ക്കോ, ഞാൻ വരാം. അകത്തേക്ക് കയറിയുന്ന ആ ഭാസ്കരൻ പറയുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് വന്ന് ചോദിക്കണം. ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് എന്നെ വിളിക്കുകയാണ്. അപ്പൊ സുധീഷ് പറയുകയാണ്, അത് ശരിയാ, ഒരുപാട് ദൂരം ട്രാവൽ ചെയ്ത് വരാനുണ്ടായിരുന്നല്ലോ. വീടിന്റെ പിൻവശത്തു നിന്ന് അകത്തേക്ക് കയറി വരാൻ നല്ല ദൂരമല്ലേ? അപ്പൊ ഭാസ്കരൻ പറയണേ, എന്റെ സമയം വെറുതെ കളയരുത്. എന്തിനാ എന്നെ വിളിച്ചേ? ഹരീഷ് ചോദിക്കണ, അതെ, ഞങ്ങൾക്ക് എല്ലാവർക്കും ജാതകം ഉണ്ടോ എന്തെന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോൾ സുധീഷ് പറയണം, ഓ ഇംഗ്ലീഷിൽ പറയണമായിരിക്കും, ഹോറോസ്കോപ്പ്. എല്ലാവർക്കും ഹോറോസ്കോപ്പ് ഉണ്ടല്ലോ, അതേപോലെ ഞങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ? ഇത് കേട്ട് ഭാസ്കരൻ ചോദിക്കണം, അത് വെച്ച് നീ എന്ത് ചെയ്യാൻ പോകുന്നു? അപ്പൊ സുധീഷ് പറയണം, ഞങ്ങളുടെ തലയുടെ എഴുത്ത് നല്ലതാണോ എന്ന് ഒന്ന് നോക്കാൻ വേണ്ടിയാ. ജാതകം നോക്കി ഞങ്ങളുടെ ഭാവി ജീവിതം നല്ലതാണോ അല്ലയോ എന്നറിയാലോ. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് ഭാസ്കരൻ ചോദിക്കണം, അതിനെന്തിനാ ഇങ്ങനെ ജാതകം നോക്കുന്നേ? ഈ ഭാസ്കരനോട് ചോദിച്ചാ പറയാലോ. നിങ്ങളുടെ ആരുടെയും തലയിലെഴുത്ത് കാൽ കാശിന് കൊള്ളൂല, കല്യാണ യോഗം തീരെയില്ല, ഇനി അഥവാ കഴിഞ്ഞാലും അനുഭവിക്കാനുള്ള യോഗം കാണില്ല, പോരെ? ഇത് കേട്ട് സുധീഷും നിധിയും മുഖത്തോട് മുഖം നോക്കുകയാണ്. ഭാസ്കരൻ പുറത്തേക്ക് പോകുന്നു. അപ്പൊ സുധീഷ് പറയണ, കണ്ടില്ലേ അഹങ്കാരം, പറയുന്ന കേട്ടാത്തൊന്നും അയാൾക്ക് മാത്രം ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ടെന്ന്. അപ്പൊ ഹരീഷ് പറയണ, അയാളുടെ മക്കളായ നമ്മുടെ ജീവിതം എങ്ങനെ ഉണ്ടാകും? അപ്പൊ സുഭാഷ് ചോദിക്കണ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആകുന്നത്? ജാതകം ഉണ്ടെങ്കിൽ എന്താ, ഇല്ലെങ്കിൽ എന്താ, നമ്മൾ അതൊന്നും വിശ്വസിക്കുന്ന ആൾക്കാരല്ലല്ലോ. അപ്പൊ നിധി പറയണ, സുഭാഷേട്ടാ ഈ ടോപ്പിക് എങ്ങനെയാ വന്നതെന്ന് വെച്ചാൽ ഇന്ന് ഓഫീസിലേക്ക് ഒരു ജോത്സ്യം വന്നായിരുന്നു. എല്ലാവരുടെയും ജാതകം നോക്കി ഫ്യൂച്ചർ എങ്ങനെയാണെന്ന് അദ്ദേഹം പറഞ്ഞു. എന്റെ വീട്ടിലുള്ളവരുടെ ജാതകം വാങ്ങിച്ചു തരാം, അതൊന്ന് നോക്കി പറയണമെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് സുധീഷ് ജാതകം ചോദിച്ചേ. അതേതെന്ന് സുധീഷ് പറയുമ്പോൾ സുഭാഷ് പറയണ, ജാതകമൊന്നും ഞങ്ങളുടെ കയ്യിലില്ല മോളെ, ഞങ്ങൾക്ക് അതിലൊന്നും വലിയ വിശ്വാസവും ഇല്ല. ഈ സമയം സുഭാഷിന്റെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. ഫോൺ അറ്റൻഡ് ചെയ്ത അവിനാഷിനോട് സംസാരിച്ചുകൊണ്ട് സുഭാഷ് അവിടെ നിന്ന് പോകുമ്പോൾ നിധി ചോദിക്കുന്നു, എന്താ സുധീഷ് ഇത്? സുഭാഷിയുടെ ജാതകം ഇല്ലെന്നാണല്ലോ പറയുന്നത്, നല്ല ആലോചനയാണെന്ന് പറയുന്നു, എന്താ ചെയ്യുക? അപ്പൊ ഹരീഷ് പറയണ, ജാതകം ഇല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, ഇല്ലാന്ന് പറയാം. അപ്പൊ സുധീഷ് പറയണ, എനിക്കൊരു ഐഡിയ വരുന്നുണ്ട്, പറഞ്ഞാ എന്നെ വഴക്ക് പറയരുത്. നിധി എന്നെ വഴക്ക് പറയാനേ പാടില്ല. ഇത് കേട്ട് നിധി പറയണ, ആദ്യം പറ, വഴക്ക് പറയണോ വേണ്ടിയോ എന്ന് അപ്പൊ നോക്കാം. അപ്പൊ സുധീഷ് പറയണ, ഇപ്പോ നമ്മുടെ സുഭാഷിനൊരു ജാതകം വേണം, അത്രയല്ലേ ഉള്ളൂ, റെഡിയാക്കാം. ഒരു ജാതകം എഴുതുന്നത് വലിയ കാര്യമൊന്നുമല്ലല്ലോ. ഇത് കേട്ട് നിധി പറയണ, സുധീഷ് പറഞ്ഞത് ശരിയാണല്ലോ, ഇതിൽ ഞാൻ എന്ത് വഴക്ക് പറയാനാ? ജാതകം ഇല്ലെങ്കിൽ പുതിയതായിട്ട് ജാതകം എഴുതുന്നത് ഓക്കെ ആണല്ലോ. അപ്പൊ സുധീഷ് പറയണ, ഇത് അങ്ങനെയല്ല നിധി, ഞാൻ പറഞ്ഞത് നിധിക്ക് ശരിക്കും മനസ്സിലായില്ലെന്ന് തോന്നുന്നു. നമ്മള് സുഭാഷേട്ടന് വേണ്ടി എഴുതിക്കുന്ന ജാതകം നമുക്ക് ഫേവറായിട്ട് എഴുതാലോ. അതായത് സുഭാഷേട്ടൻ നല്ലവനാ, നന്നായിട്ട് സമ്പാദിക്കുന്നുണ്ട്, നല്ല മക്കളൊക്കെ ജനിക്കും, അങ്ങനെ ആര് നോക്കിയാലും സൂപ്പർ ജാതകം എന്ന് പറയുന്ന രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് ഒരു ജാതകം റെഡിയാക്കാന്നാ ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു ജാതകം നമ്മൾ റെഡിയാക്കിയാൽ സുഭാഷേട്ടനെ ആർക്കും പിന്നെ റിജക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇതാ ഞാൻ ജാതകം എഴുതാന്ന് പറഞ്ഞത്. ഇത് കേട്ടൊന്ന് ആലോചിച്ച് നിധി ചോദിക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ സുധീഷേ? അപ്പൊ സുധീഷ് പറയണ, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും നിധി, നാട്ടില് പലരുടെയും കല്യാണം ഇങ്ങനെയാ നടക്കുന്നത്. നിങ്ങൾ ഓക്കെ എന്നൊരു വാക്ക് മാത്രം പറഞ്ഞാൽ മതി, ജാതകം ശരിയാക്കുന്നത് ഈ സുധീഷിന്റെ ജോലിയാ. ഇത് കേട്ട് നിധി പറയണ, ജാതകം റെഡിയാക്കുന്നതൊക്കെ ഓക്കെയാ, ശരി സുധീഷ് അത് റെഡിയാക്ക്. വിശ്വസിക്കാനാകാതെ സുധീഷ് ചോദിക്കുന്നു, നിധി പറഞ്ഞത് സത്യമാണോ? അപ്പൊ നിധി പറയണ, അതെ സുധീഷ്, സുഭാഷേട്ടൻ എങ്ങനെയുള്ള ആളാണെന്ന് നമുക്കറിയാലോ. സുഭാഷേട്ടൻ ഏത് പെണ്ണിനെ കല്യാണം കഴിച്ചാലും ആ പെണ്ണിനെ സുഭാഷേട്ടൻ നന്നായി നോക്കും. ജാതകമൊന്നുമല്ല, പരസ്പരം മനസ്സിലാക്കി വിട്ടുകൊടുത്ത് ജീവിക്കുന്നതാണ് നല്ലൊരു റിലേഷൻഷിപ്പ്. ആ കാര്യത്തില് എനിക്ക് സുഭാഷേട്ടനെ നല്ല വിശ്വാസമാണ്. ഫോർമാലിറ്റിക്ക് നിങ്ങൾ പറയുന്നത് പോലെ ഒരു ജാതകം റെഡിയാക്കുന്നതൊക്കെ എനിക്ക് ഓക്കെയാ. ഇത് കേട്ട് പുഞ്ചിരിച്ച് സുധീഷ് പറയുകയാണ്, കൊള്ളാലോ, ഞങ്ങളെ പോലെ ക്രിമിനൽ മുദ്ദയിൽ നിധി ഇപ്പം ചിന്തിക്കാൻ തുടങ്ങിയല്ലോ. ഇത് കേട്ട് നിധി ദേഷ്യത്തോടു കൂടി സുധീഷിനെ നോക്കുമ്പോൾ നികേഷ് പറയണ, സുധീഷേട്ടാ അതിലൊരു ചെറിയ തിരുത്തുണ്ട്, ഞങ്ങളെ പോലെ എന്ന് പറയണ്ട, സുധീഷേട്ടനെ പോലെ എന്ന് പറഞ്ഞാൽ മതി. നിധി ചോദിക്കുന്നു, അപ്പൊ സുധീഷ് ഒരു ക്രിമിനൽ ആണെന്നാണോ പറയുന്നത്? ഇത് കേട്ട് സുധീഷ് പറയണ, അത് ഞാൻ അങ്ങനെയല്ല പറഞ്ഞ നിധി, ഞാൻ എന്താ പറയാൻ വന്നേന്ന് വെച്ചാൽ. അപ്പൊ ഹരീഷ് പറയണ, നികേഷെ കണ്ടില്ലടാ, സുധീഷ് പറയണ, എന്നെ പോലെ നിധിയും സമയോചിതമായി ചിന്തിക്കുന്നുണ്ടല്ലോ, അതാ പറഞ്ഞത്. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് എല്ലാവരും മുഖത്തോട് മുഖം നോക്കുകയാണ്. തുടർന്ന് രാവിലെ നിധിയുടെ അരികിലേക്ക് വന്ന സുധീഷ് പറയുന്നു, നിധി ടെൻഷൻ വേണ്ട, ഇന്ന് തന്നെ ജാതകത്തിന്റെ കാര്യം ഏർപ്പാടാക്കാം.
ഏർപ്പാടാക്കാം. അപ്പൊ നിധി പറയുകയാണ്, അതെ സുധീഷ്, എത്രയും പെട്ടെന്ന് സുഭാഷിനൊരു ജാതകം റെഡിയാക്കണം. ഇതുവരെയും പെണ്ണ് കാണാൻ പോയ വീട്ടില് എന്തുകൊണ്ടാ ജാതകം ചോദിക്കാത്തെന്നാ എന്റെ സംശയം. അത് വലിയ അത്ഭുതം തന്നെയാ. അപ്പൊ നികേഷ് പറയണ, അത്രയ്ക്കൊന്നും പോയില്ല ഏട്ടത്തി, പോയിരിക്കും, ചായ കുടിക്കും, അതും ഇതും പറഞ്ഞ വേണ്ടാന്ന് പറയും. അപ്പൊ സുധീഷ് പറയണ, രണ്ട് വീട്ടുകാർക്കും ഇഷ്ടപ്പെട്ട് ചെറുക്കനും പെണ്ണിനും ഇഷ്ടപ്പെട്ടാലല്ലേ ജാതകം നോക്കൂ, അതുവരെയൊന്നും എത്തില്ലല്ലോ, അതിനു മുമ്പേ റിജക്ട് ആകും. അപ്പൊ നിധി പറയണ, എത്രയും പെട്ടെന്ന് സുഭാഷേട്ടനൊരു നല്ല ജാതകം ഏർപ്പാടാക്കണം. നികേഷ് ചോദിക്കുന്നു, ഏട്ടത്തിക്ക് ഈ ജാതകത്തിലൊക്കെ വിശ്വാസമാണ്? അപ്പൊ നിധി പറയണ, എനിക്കത് വലിയ വിശ്വാസമൊന്നുമില്ല, പക്ഷെ എന്റെ വീട്ടിലുള്ളവർക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു. എന്റെ ചേട്ടന്റെ കല്യാണം ജാതകം ശരിയാകാത്തതുകൊണ്ട് വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. ഒരു വർഷത്തിന് ശേഷമാണ് സാന്ദ്രയെടുത്തിയെ കണ്ടുപിടിച്ചത്. അവർ തമ്മിൽ നല്ല ജാതക പൊരുത്തോ. എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എനിക്കും വിശ്വാസം ഇല്ലാന്ന് നികേഷ് പറയുമ്പോൾ സുധീഷ് പറയണ, ജാതകം നോക്കി കല്യാണം കഴിച്ചാലേ നന്നായിട്ട് ജീവിക്കുന്നു എന്നൊക്കെ പറയുന്നത് ശരിയൊന്നുമല്ല. രണ്ടുപേരും തമ്മിൽ ഒരു ചേർച്ചയൊക്കെ ഉണ്ടാകണ്ടേ. ജാതകം ചേർന്നിട്ട് ക്യാരക്ടർ സെറ്റ് ആയില്ലെങ്കിൽ 10 പൊരുത്തം ഉണ്ടായിട്ട് എന്താ കാര്യം. അത് ശരിയാണെന്ന് നിധി പറയുമ്പോൾ സുധീഷ് പറയണ, പെണ്ണിന്റെ വീട്ടിൽ ചോദിച്ചതല്ലേ, അവരുടെ തൃപ്തിക്ക് വേണ്ടി റെഡിയാക്കാം. ജാതകമൊക്കെ ജനിക്കുമ്പോഴല്ലേ എഴുതുക എന്ന് നികേഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയണ, ഏത് പ്രായത്തിൽ വേണമെങ്കിലും എഴുതാടാ, ജനന സമയം മാത്രം മതി, അത് വെച്ച് എഴുതാൻ പറ്റുകയുള്ളൂ. ഡേറ്റ് ഓഫ് ബർത്ത് മാത്രം പോരാ, കൃത്യമായ സമയം വേണം. അങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് എല്ലാവരും. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്